എല്ലാവർക്കും അക്ഷിത ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇടയ്ക്കൊക്കെ ഓരോ ഷോർട്സൊക്കെ വന്നപ്പോൾ മനസ്സിലായി കാണും എവിടെയോ പോയായിരുന്നല്ലേ. നമ്മൾ തായ്ഫിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുമ്പ് ഒരിക്കൽ തായ്ഫിൽ പോയതായിരുന്നു, പക്ഷേ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെയ്തിട്ടുണ്ട്, പക്ഷേ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ തുടക്കം തൊട്ട് ഇടണമെന്ന് ഞാൻ വിചാരിച്ചു. സോ ഈ വീഡിയോ 2 ഇതായിട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ഷർഫിയിൽ നിന്നാണ് ബസ് കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ ഒരു 5:30 നമ്മൾ ടാക്സിക്കകത്ത് കയറിയതാണ്. റെഡ് സീ ടൂറിസിൻ്റെ കൂടെയാണ് നമ്മൾ ടൂറ് തായ്ഫിലോട്ട് പോകുന്നത്. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്. അപ്പം ഞങ്ങൾ 6 പേരാണ് ഹോസ്റ്റലിൽ നിന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ് അവിടെ കണ്ടു, ബസ്സിലോട്ട് കയറി. ഇതാണ് കേട്ടോ നമ്മുടെ ബസ്സിലുള്ള സീറ്റിങ്സൊക്കെ. കംഫർട്ടബിൾ സീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു, അതായത് ഇന്ത്യൻസ്, പാകിസ്ഥാനി, പിന്നെ ഫിലിപ്പീൻസ്, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അതൊരു മിക്സഡ് ടൂറായിരുന്നു. നമുക്ക് കഴിക്കാനായിട്ട് ഒരു സാൻഡ്വിച്ചാണ് തന്നത്. എഗ് സാൻഡ്വിച്ചായിരുന്നു ഫുഡ് തരുന്ന ചേട്ടൻ. പിന്നെ ഫുഡ് കൊണ്ടുവന്ന് വെള്ളവും അങ്ങനെ ആവശ്യത്തിന് നമുക്ക് ഒരു പ്രാവശ്യമല്ല, നമുക്ക് എത്ര വെള്ളം വേണോ അത്ര വെള്ളം അവർ തരും. ഫുഡ് കൊണ്ടുവന്ന മറ്റൊരു ചേട്ടൻ. അപ്പോൾ ഈ ചേട്ടന്മാരെ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇവർ ഹിന്ദിക്കാരാന്നൊക്കെയാണ് കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് മലയാളീസായിരുന്നു. അങ്ങനെ ഒന്ന് ചമ്മിയായിരുന്നു തുടക്കത്തിൽ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കുള്ള പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. ശരിക്കും എനിക്ക് ടൂറ് പോയപ്പോൾ തോന്നിയത്, ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ ടൂറ് പോയപ്പോഴത്തേനും മനാഫ് MC ഫുഡ്സിൻ്റെ അവരുടെ കൂടെയായിരുന്നു പോയത്. അപ്പോൾ നമ്മൾ ഫുള്ള് വൈബ് ഇരുന്നിട്ടില്ല എന്ന് പറയാം, അതായത് ഭയങ്കര ചാട്ടവും കാര്യങ്ങളായിരുന്നു. പക്ഷേ ഈ ടൂറിൽ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നില്ല. കാരണം ഫുള്ള് ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് ആയതുകൊണ്ട് കാമാൻകോയിട്ടായിരുന്നു ട്രിപ്പ്. പാട്ടൊന്നും അങ്ങനെ വെക്കാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പുറത്തത്തെ കാഴ്ചകൾ നന്നായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഒബ്സർവ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ കുറച്ച് പാടങ്ങൾ, കൃഷി അങ്ങനെയൊക്കെ ഇല്ലേ, അതുപോലെ ഇത് മരുഭൂമിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ മറ്റേ പുതിന അങ്ങനത്തെ കുഞ്ഞു സ്പേസസിൽ വെള്ളത്തിൻ്റെ ഇതനുസരിച്ചിട്ട് അവർ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 3-4 സ്ഥലങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് വീഡിയോയിൽ എനിക്കത് നമ്മൾ റോഡ് വഴിക്ക് പോകുമ്പോൾ അത്രയ്ക്കും ക്ലാരിറ്റിയിൽ എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടപ്പോൾ അതിനൊരു കൗതുകം തോന്നി. ഈ നേരത്ത് അങ്ങനെ കാണാത്തതുകൊണ്ട് അത് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുത്തു കേട്ടോ. പക്ഷേ ഞാനത് ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് അടുക്കും തോറും കാലാവസ്ഥയിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു. തുടക്കത്തിൽ നമുക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചൂടായി. പിന്നെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കോട പെയ്യാനും മഴയൊക്കെ വന്നായിരുന്നു. ഇത് പോകുന്ന വഴിക്കുള്ള കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റോസ് ഗാർഡനും റോപ്പ് വേ മാത്രമാണ്. സ്ട്രോബെറി ഫാമും പിന്നെ ലാസ്റ്റത്തെ സൂവും നമ്മൾ അടുത്ത വീഡിയോയിലാണ് കേട്ടോ ഇടുന്നത്. ഇത് പോകുന്ന വഴിക്ക് കണ്ടതാണ്. ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ ചെടികൾ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു തീം ചെയ്തിട്ടുണ്ട് അവർ, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ സാധാരണ നമ്മൾ സൗദി അറേബ്യയിൽ എപ്പോഴും അധികം കളർഫുള്ളായിട്ടുള്ള വോളൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ബിൽഡിങ് കണ്ടതെന്ന്. അതെന്തോ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്, പ്രൈവറ്റ് എന്തോ സംഭവമാണ്. അതെന്താണെന്ന് മനസ്സിലായില്ല. നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവിടെ ഇറങ്ങിയൊന്നുമില്ല. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ പാർക്കുകൾ നമ്മൾ കണ്ടു കേട്ടോ. ഒരു 3-4 പാർക്ക് നമ്മൾ കണ്ടായിരുന്നു. കുറച്ച് സാധാ നോർമൽ പാർക്കിനേക്കാളും കൂടുതൽ കാര്യങ്ങളുള്ള പാർക്കുകൾ. പിന്നെ നമ്മൾ ബസ്സിൽ കുറേ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നത് കാരണം കൊണ്ട് ഭയങ്കര കരച്ചിലുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അതിൻ്റെ ഒരു ഡിസ്കംഫർട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് വളരെ ശാന്തവും സ്വസ്ഥവും സമാധാനപരവുമായിരുന്നു. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ലൊക്കേഷനിലെത്തി. ഇത് റോസ് ഗാർഡനാണ്. അപ്പോൾ ഞാനിതിന് മുമ്പ് തായ്ഫിൽ പോയി എന്ന് പറഞ്ഞല്ലോ, അന്ന് പോയൊരു റോസ് ഗാർഡനിലൊക്കെ അല്ല ഇപ്പോൾ പോയത്. ഇതൊരു കുഞ്ഞ് ഏരിയയാണ്, പക്ഷേ ഇവിടെ അത്യാവശ്യം റോസാപ്പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വന്ന് ഇറങ്ങിയ ലൊക്കേഷനിൽ നിന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ നടന്ന് കഴിയുമ്പോൾ ഇതാണ് ആ ഗാർഡൻ. അവിടെ അത്യാവശ്യം റോസാപ്പൂവൊക്കെ ഉണ്ടായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അന്ന് പോയ റോസ് ഗാർഡനിൽ ചെടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് കോഫി കുടിക്കുകയോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് ചെയ്യാം. പിന്നെ ഞാൻ കുറേ പൂ പറിക്കാൻ പറ്റില്ലല്ലോ, പിന്നെ പൂവിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഇതിൽ എന്തോരം വീഡിയോ ആണ് ഇൻവോൾവ് ആയിക്കണമെന്ന് അറിയില്ല. കുറച്ച് വീഡിയോ ഒക്കെ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ. അത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ജസ്റ്റ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തോരം പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്.
പിന്നെ ഈ ചേട്ടന്മാർ നമുക്ക് വീഡിയോയും ഫോട്ടോസൊക്കെ അത്യാവശ്യത്തിന് എടുത്തായിരുന്നു. ഇത് ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു കുഞ്ഞ് വീഡിയോ ക്ലിപ്പ്. പിന്നെ ഇവിടെ ഇതൊരു കഫറ്റീരിയ പോലെയാണ്. അതായത് മോൾ ഭാഗവും താഴ്ഭാഗവുമായിട്ട് അവർ ബിൽഡിങ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇത് താഴ്ഭാഗമാണ് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങളും ഇതൊക്കെ. അതിൽ മോൾ ഭാഗത്ത് ആ കാണുന്ന ഏരിയ മൊത്തം നമുക്ക് കഫറ്റീരിയ പോലെയാണ്. അവിടെ ഇരുന്ന് നമുക്ക് ചായ കുടിക്കാം. പിന്നെ അവിടെ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ഉള്ളിലോട്ട് നടക്കുന്നത് മൊത്തം അപ്പുറത്ത് ഈ സൈഡ് മൊത്തം റോസാപ്പൂ മീൻസ് റോസയുടെ ചെടികളാണ്, കുഞ്ഞു കുഞ്ഞു ചെടികൾ. അവിടെ ഒന്നും പൂവുണ്ടായിട്ടില്ല. ആ ഒരു നടുക്കലത്തെ ഏരിയയിൽ മാത്രമേ പൂവുണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പുറത്ത് ജസ്റ്റ് ഒരു വാട്ടറിൻ്റെ ഫൗണ്ടേഷൻ പോലെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ വെച്ചിട്ട് കുറേ ഫോട്ടോസ് നമ്മൾ എടുത്തായിരുന്നു. പിന്നെ ഇതിൻ്റെ മോൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. നിറച്ച് പൂക്കളിങ്ങനെ ഇതായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇവരിയ്ക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് പക്ഷികളെയൊക്കെ ഇങ്ങനെ കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വോയിസ് ഓൺ അവിടെ നിന്ന് കൊടുക്കാൻ നോക്കി, പക്ഷേ ഈ ശബ്ദവും കാര്യങ്ങളും കാരണം അത് നടന്നില്ല. അപ്പം ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു, സാധാ ചെയ്യുന്ന പോലെ. പിന്നെ ഇവിടെ നമുക്ക് കുടിക്കാനായിട്ട് ഇവർ റോസാപ്പൂ ഇട്ട് തിളപ്പിച്ച വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. റോസ് വാട്ടർ എന്ന് പറയാം. ആ പക്ഷിക്കൂടിൻ്റെ ഭാഗമാണ് ഇതവിടെ. ലവ് ബേർഡ്സും പിന്നെ വേറെ എന്തോ ചില പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പ്രാവ്, കുഞ്ഞു പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് വീഡിയോ എടുക്കുക കേട്ടോ അവിടെ നിന്നിട്ട്. പിന്നെ ആ ഒരു മരത്തിൻ്റെ ആ ഒരു സൈറ്റ് നല്ല വ്യൂ ആയിട്ട് തോന്നി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നമ്മൾ പോന്നു. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് അവിടെ നിന്ന് കയറിയായിരുന്നു. ഇവിടെയാണ് നമ്മൾ റോപ്പ് വേ പറഞ്ഞത്. പക്ഷേ ഈ സമയമാകുമ്പോഴത്തേനും ക്ലൈമറ്റ് ആകെ മാറിയായിരുന്നു. ഭയങ്കര പൊടിക്കാറ്റായിരുന്നു നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ. അതുപോലെ തന്നെ നല്ല തണുപ്പും ഫീൽ ചെയ്യാൻ തുടങ്ങി. ഈ വീഡിയോൻ്റെ ഇടയിൽ കയറി വന്നതാണ് കേട്ടോ. ഇത് ശരിക്കും ഈ റോപ്പ് വേയുടെ അവിടേക്ക് പോകുന്നതിൻ്റെ ഇടയിലുള്ള ഒരു വ്യൂ ആണ്. അത് ഇടയ്ക്ക് കയറി വന്നതാണ്. ഞാൻ എഡിറ്റ് ചെയ്തപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. പിന്നെ അത് ഒന്നും ചെയ്യാൻ നിന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളാ നടന്നു പോയി കൈയൊക്കെ കഴുകി വന്നിരുന്നു. ഫുഡ് കഴിച്ചു. ഞാൻ വെജിറ്റേറിയനാണ് കഴിച്ചത്. അവർക്ക് കപ്സ റൈസ് വിത്ത് ചിക്കനായിരുന്നു. എനിക്ക് വെജിറ്റബിൾ കറിയും കപ്സ റൈസും ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റോപ്പ് വേ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞ പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 60 റിയാലിന് എടുത്ത് തരാമെന്ന് പറഞ്ഞു. നമ്മൾ ഇൻഡിവിജ്വൽ എടുക്കുകയാണെങ്കിൽ നോർമലി അവർ 100 റിയാലാണ് ചാർജ് ചെയ്യണേന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും വന്നതല്ലേ അവർ തന്നെ എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആദ്യമൊന്നും എല്ലാവർക്കും ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം 60 റിയാൽ കൊടുത്ത് കയറണോ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. പിന്നെ ഫസ്റ്റ് പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റാത്ത കാര്യം ആയതുകൊണ്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇതിൽ എല്ലാവരെയും പിടിച്ച് ഒരുമിച്ച് കയറാമെന്ന് വിചാരിച്ചു. ഇത് നമ്മൾ 6 പേരും കൂടെ ഒരു ഇതിനകത്താട്ടോ ഇരുന്നത്. കയറണ നേരത്തെ നല്ല പേടിയുണ്ടായിരുന്നു. യാത്ര തുടങ്ങിയപ്പോഴും നല്ല പേടിയുണ്ടായിരുന്നു. എങ്ങാനും താഴെ പോയി കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു. അപ്പോൾ അവർ നമ്മളെ കളിയാക്കിയിട്ട് പറഞ്ഞു, ഇൻഷുറൻസ് വല്ലതും ഉണ്ടോ, താഴെ എങ്ങാനും വീണ് എന്തെങ്കിലും വീട്ടുകാർക്കെങ്കിലും കിട്ടട്ടെ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിയൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും നമ്മൾ വലിയ കുഴപ്പമില്ലാണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒരു പൊട്ടത്തരം പറ്റിയെന്ന് വെച്ചാൽ ഇവർ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് കയറി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു സ്പേസ് ഉണ്ട്. അവിടെ എന്തോ ടാബോണോ അങ്ങനെ എന്തോ ഒരു സംഭവം കൂടി ഉണ്ട്. അത് ഞങ്ങൾക്ക് മിസ്സായിപ്പോയി. ആദ്യം കയറിയ സമയത്തൊന്നും അനങ്ങാതിരിക്കുക. അനങ്ങി കഴിഞ്ഞത് താഴെ പോയല്ലോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ കുറച്ചങ്ങ് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങി. അത്യാവശ്യം അനങ്ങാനൊക്കെ തുടങ്ങി. ഇത് പോകുമ്പോഴുള്ള വ്യൂകളാണ് കേട്ടോ. ഒത്തിരി ഹൈറ്റിലാണ് ഈ സംഭവം പോകുന്നത്. ശരിക്കും ആ തായ്ഫ് മൊത്തം ഏരിയയും നമുക്ക് എക്സ്പോസ് ചെയ്ത് കാണാൻ പറ്റും. നമ്മുടെ മലമ്പുഴ ഡാമിലൊക്കെ ഉണ്ടല്ലോ, ഏകദേശം അത് തന്നെയാണ്. പക്ഷേ ഇത് പാറക്കെട്ടും കുണ്ടും കുഴി ആയത് കാരണം നമുക്കൊന്നുകൂടെ പേടിയാവും മാത്രം. ആ റോഡുകളൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തോന്നുന്ന. അപ്പം തന്നെ ഏകദേശം വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ഹൈറ്റിലാണ് ഇത് പോകണേന്ന്. ഭയങ്കര പതുക്കെയാണ്. ഒരു 30 മിനിറ്റോളം എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ നമ്മൾ അതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ അങ്ങോട്ട് പോകുന്ന വണ്ടിയിൽ ആൾക്കാരുണ്ട്, ഇങ്ങോട്ട് തിരിച്ച് വരുന്നതിനകത്ത് ആൾക്കാരാരുമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് തിരിച്ച് വരുന്നത് വേറെ വഴി എങ്ങാനും ആയിരിക്കുമെന്ന്. പിന്നെ അവിടെ തിരിച്ച് വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. അവരെല്ലാവരും അവിടെ ഇറങ്ങിയായിരുന്നു. ഞങ്ങളും വേറെ ഏതോ ഒരാൾക്കാരും മാത്രമേ ഇറങ്ങാതിരുന്നുള്ളൂ എന്ന്. എന്താ പറയുക,
ഇതിനകത്ത് കയറി ഇരുന്ന് കഴിയുമ്പം അതിൻ്റെ വിൻഡോ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ വിൻഡോ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് താഴെ പോകുന്ന വണ്ടികളുടെ ആ ഒരു ശബ്ദവും പിന്നെ എയർ ഇങ്ങനെ വന്ന് ഇതാവുന്ന ഒരു ശബ്ദം കാരണം നമുക്ക് തോന്നും കയറിപ്പോൾ പൊട്ടി വീഴുമോ, കയറാണോ അനങ്ങുന്നത്, അങ്ങനെ മീൻസ് കയറിൽ നിന്ന് വരുന്ന ശബ്ദമാണോ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. അങ്ങനെ എനിക്കൊന്ന് ഫീൽ ചെയ്തായിരുന്നു. ഇത് നമ്മുടെ അവിടുത്തെ ആ പോകുന്ന വഴിക്കുള്ള മലയും കുന്നും പാറയും മാത്രമാണ് കുറച്ച് ഏറെ ഈ വീഡിയോയിൽ വരിക. അപ്പോൾ കുറേ ഇങ്ങനെ ഡബ് ചെയ്യുമ്പോൾ നമുക്ക് ബോറിംഗ് ആല്ലേ. നമുക്ക് എന്തെങ്കിലും മ്യൂസിക് ഇത്തിരി കേട്ടാലോ. കാരണം ഇത് ഇത്തിരി ലെങ്ത് ആ വ്യൂ സീനറികൾ തന്നെയാണ്. അത് പതുക്കെയാണ് പോകുന്നത്, അതുകൊണ്ടാണ് ഇത്ര പയ്യനെ പോകുന്നത്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യമൊന്നും നമ്മൾ അനങ്ങുന്നുണ്ടായിരുന്നില്ല, പിന്നെ നമുക്ക് അനക്കം ഇത്തിരീശെ വെച്ച് തുടങ്ങിയായിരുന്നു എന്ന്. അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്നാൽ ഞങ്ങളിങ്ങനെ ഇരുന്ന് പറയുമായിരുന്നു ഇത് ആരാ ഇത്രയ്ക്കും ഹൈറ്റിൽ ഇങ്ങനെ പോവാമെന്ന് ഇത് കണ്ടുപിടിച്ചതെന്ന്. അവരെ സമ്മതിക്കേണ്ടത് ഇത് ഫസ്റ്റ് ട്രൈ ചെയ്യാനായിട്ട് ആരെങ്കിലും ഒന്ന് പോവാതെ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം പോയ ആൾ ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നോട്ട് ചെയ്തൊരു കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇങ്ങനെ ഒരു പുഴ ഒഴുകുന്ന പോലെ അങ്ങനെ ഒരു വ്യൂ ഇല്ലേ. താഴ്ഭാഗത്തല്ലാതെ രണ്ട് സൈഡും കല്ല് കെട്ടി വെച്ചേക്കുന്ന പോലെ അങ്ങനെ നമ്മൾ കണ്ടായിരുന്നു. അതായത് അവിടുത്തെ കല്ലുകൾ വെച്ചിട്ട് നല്ല പോലെ രണ്ട് സൈഡും കെട്ടിയിട്ട് നടുക്ക് കുഞ്ഞി കുഞ്ഞി കല്ലുകൾ ഇങ്ങനെ പതിപ്പിച്ചിട്ട് ഒരു സ്റ്റെപ്പ് പോലെയാണ് അവരത് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിനകത്ത് കാണുന്ന പോലെയൊന്നുമല്ല, ശരിക്കും അത് വ്യൂ ചെയ്ത് നോക്കുമ്പോൾ നല്ല രസമാണ്. അതുപോലെ ഇങ്ങനെ പുഴ ഒഴുകുന്ന പോലെ ഈ
ചരൽ നമ്മുടെ കരിങ്കല്ലിൻ്റെ ആ പൊടികളും അങ്ങനെ അവർ നിറച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ നല്ല ഒരു ഇതായിട്ട് തോന്നി. അപ്പം ഞാൻ ചുമ്മാ ഇരുന്ന് പറഞ്ഞു, ആർക്കെങ്കിലും വേണമെങ്കിൽ താഴത്തുനിന്ന് കയറി മലയുടെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരിക്കുമെന്ന്. പക്ഷെ അത് കണ്ടിന്യൂസ് അല്ല, കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് പൈപ്പുകൾ അവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ ഈ റോപ്പില്ലേ, ആ റോപ്പ് പൊട്ടിക്കിടന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, അതെങ്ങാനും പൊട്ടി വീണതാണോ അതോ പൈപ്പാണോ എന്ന് ഉള്ളൊരു സംശയം നമുക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ കാണാം അവിടെ ആ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ വേറൊരു ഭാഗം പോലെ നമുക്ക് തോന്നും. അത് വാട്ടർ തീം പാർക്കാണ്. ശരിക്കും നമ്മൾ ഈ റോപ്പ് പോലെ ചെന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് ഇത് മൊത്തം നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സമയം കൂടെ അവർ തരും. ഇതെല്ലാം കൂടെ അവർ പറയുന്നത് 1 hour ആണ്. പക്ഷേ നമുക്കത് അനൗൺസ് ചെയ്തപ്പോൾ ശരിക്കും മനസ്സിലാവാത്ത കാരണം നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് പോയില്ല. ജസ്റ്റ് റോപ്പ് വേ കൂടെ പോകുമ്പോൾ ഞാനെടുത്ത ഈ ഒരു വ്യൂ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. പക്ഷേ എനിവേ ആ ഒരു ഭാഗം നമുക്ക് മിസ്സായി. ഇൻഷാ അല്ലാ ഇനി ഒരിക്കൽ പോകാൻ പറ്റുകയാണെങ്കിൽ ഞാനത് താബാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഇതേ ഉള്ളൂ. ഇത് മൊത്തം വാട്ടർ തീം പാർക്കാണ്. നമ്മൾ വെള്ളത്തിലേക്ക് വീഴാനുള്ള പല 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 ഇതൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഈ തബ എന്ന് പറയുന്നത് ഒരു റൈഡാണ് കേട്ടോ, ഒരു കാറിൻ്റെ പോലത്തൊക്കെ ഉള്ളൊരു സംഭവം. പക്ഷേ ഇതൊരു നൈസ് എക്സ്പീരിയൻസ് ആണെന്നാണ് പോയിട്ടുള്ളവരും വ്യൂസ് നോക്കിയപ്പോഴും മനസ്സിലായത്. എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ടൈമും ഞാനത് മിസ് ചെയ്തു, സെക്കൻഡ് ടൈമും ഞാനത് മിസ് ചെയ്തു. ഇത് മൊത്തം വെള്ളമാണ്. അപ്പം ഇവിടെ എത്തുമ്പോഴത്തേനും ശരിക്കും കുറച്ചും കൂടെ താഴെയാണ് റോപ്പ് പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല വ്യൂസ് കിട്ടിയത്. ഇങ്ങോട്ട് എത്തും തോറും നല്ലപോലെ താന്നു. നമ്മളിപ്പം ഇറങ്ങാൻ പോകാമെന്നുള്ളൊരു രീതിയിലെത്തി. പക്ഷേ അനൗൺസ്മെൻറ്റ് ചെയ്തപ്പം താഴെ പോയാൽ നിങ്ങൾ അവിടേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് മനസ്സിലായത് റോഡിൻ്റെ അപ്പുറത്ത് മീൻസ് താഴ്ഭാഗം ഇത്തിരി ഉയർന്ന പ്രദേശത്താണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ അങ്ങനെയാണ് ചിന്തിച്ചത്. കാരണം നമ്മുടെ ടിക്കറ്റ് ഒന്നും തന്നില്ലായിരുന്നു. ഇവിടെ ഇറങ്ങുന്ന സമയത്ത് അവർ ടിക്കറ്റ് ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഭാഷ മര്യാദയ്ക്ക് അറിയില്ല. നമ്മൾ മുറി അറബികളാണല്ലോ, മൊത്തമായിട്ട് നമുക്ക് സംസാരിക്കാൻ അറിയില്ല. അവിടെ ഉള്ളവരൊക്കെ അറബികളാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗം മിസ്സായി പോയി കേട്ടോ. ഇവിടെ വന്നിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് അത് കണ്ടിട്ട് പിന്നെ റിട്ടേൺ കയറുകയാണ് ചെയ്യുന്നത്. ഇനി ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ, നമ്മളെ പോലെ അറിയാത്തവരുണ്ടെങ്കിലും ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ വന്നിട്ടാണ് അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് എടുക്കുന്നത്. അവിടെ നിന്ന് റോപ്പ് വേയിൽ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ വരുന്നത്. സോ ഇവിടെ ഇറങ്ങണമെന്ന് അവർ നമ്മളോട് ചോദിച്ചു. അതാണ് ആ മിററിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇറങ്ങണ്ടാന്ന്. അപ്പം ഇറങ്ങണ്ടെന്ന് പറഞ്ഞ വഴിക്ക് അപ്പോഴേ റിട്ടേൺ എടുത്തു. തിരിച്ചപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് തിരിച്ച് പോകണമെന്ന്. അപ്പം നമ്മൾ പറഞ്ഞു പോകണമെന്ന്. അങ്ങനെ തിരിച്ച് പോകുന്ന ആ വ്യൂ ആണ് ഇത്. കണ്ട സ്ഥലം തന്നെ മീൻസ് തിരിച്ച് പോകുമ്പോഴുള്ള വ്യൂ ആണിത്, ഈ ഭാഗമൊക്കെ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യത്തെയും രണ്ടാമത്തെയും സൈറ്റ് ഏകദേശം ഫുള്ള് ഞാൻ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഈ റോപ്പ് വേയിലിരിക്കുന്ന വ്യൂസ് ചിലപ്പോൾ നിങ്ങൾക്കൊരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം ഒത്തിരി ലോങ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചെങ്കിലും അത് കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് കണ്ടോട്ടെ എന്നാണ്. ഈ ഒരു ഏരിയ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കുറച്ച് കറുത്ത ആൾക്കാരിരിക്കുന്നത്. അതായത് കുരങ്ങന്മാർ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കേട്ടോ. അവിടെ നിന്ന് ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട്. വെള്ളച്ചാട്ടമല്ല, എവിടെയോ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം പോകുന്നതാണ്. ആ വെള്ളം അവിടെ തണുപ്പായതുകൊണ്ട് അവിടെ കുരങ്ങന്മാർ വന്നിരിക്കുന്ന. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവിടെ മൊത്തം നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ടുണ്ടെന്ന് കണ്ടോ. ഈ പൈപ്പ് സെയിം ഇതാണ് റോപ്പും. അപ്പം നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചത് റോപ്പ് പൊട്ടിയതാണെന്നാണ്. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് റോപ്പ് പൊട്ടിയതല്ല, പൈപ്പ് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പം
അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമായി. കാരണം അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇത് വാങ്ങാൻ പോയി, ഒരു ഷോളം വാങ്ങാൻ പോയ വീഡിയോ ഒന്നും ഞാൻ ഇട്ടില്ല. ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കത് തോന്നിയത്. അങ്ങനെ നമ്മൾ വീണ്ടും റിട്ടേൺ വന്നു. ചുട്ട ചോളായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും വണ്ടിക്കകത്ത് കയറി. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോയത് സ്ട്രോബെറി ഫാമിലോട്ടാണ് നമ്മൾ ശരിക്കും പോയത്. സ്ട്രോബെറി ഫാമിൻ്റെയും അതുപോലെ ലാസ്റ്റുള്ള നമ്മുടെ സൂവിൻ്റെയും വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതാക്കാം. കാരണം ഞാനത് എഡിറ്റ് ചെയ്തില്ല. വീഡിയോ ഉണ്ടാക്കിയാലല്ലേ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് എഡിറ്റ് ചെയ്തില്ല. ഇത് സ്ട്രോബെറി ഫാമിലോട്ട് പോകുന്നുള്ള ആ ഒരു വഴിയാണ് കേട്ടോ. ഇവിടെ എത്തുമ്പോഴേക്കും ക്ലൈമറ്റ് ആകെ മാറിയായിരുന്നു. ഭയങ്കര അലമ്പ് ക്ലൈമറ്റായി. മഴ പെയ്യാനൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഇടയ്ക്ക് മിസ്സായി പോയ വീഡിയോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, റോസ് ഗാർഡനിൽ വെച്ചിട്ട് കുറേ വീഡിയോസ് എടുത്തായിരുന്നു. അതെൻ്റെ ഇത് മിസ്സായിപ്പോയെന്ന്. ഇങ്ങനെ കുറച്ച് കലാവിരുതൊക്കെ ഞങ്ങൾ നടത്തിയായിരുന്നു. പയ്യനെ സ്ലോ മോഷനിൽ വീഡിയോ എടുക്കാം, പിന്നെ കുറച്ച് സ്പീഡിൽ വീഡിയോ എടുക്കാം. പിന്നെ ഞാനൊരു ഫിലിപ്പീൻ കൊച്ചായിട്ട് കുഞ്ഞിതായിട്ട് ഒന്ന് ഡാൻസ് കളിച്ചായിരുന്നു. അതിൻ്റെ കുഞ്ഞു വീഡിയോസ് ചുമ്മാ ഇട്ടതാണ് കേട്ടോ, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്. അവൾക്ക് പക്ഷേ മറ്റേ ഫിലിപ്പീൻസിൻ്റെ ഒരു സോങ്ങില്ലേ, ആ പാട്ട് നന്നായിട്ട് കളിക്കാനായിട്ട് അറിയാം. നമ്മുടെ പാട്ടൊന്നും അവൾക്ക് കളിക്കാൻ അറിയുന്നില്ലായിരുന്നു. എന്നാലും അവൾ ഞാൻ ഡാൻസ് ചെയ്യാൻ വരുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ വന്ന് ജസ്റ്റ് ഇങ്ങനെ വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഒരു എൻജോയ്മെൻറ്റ്, ഒരു ട്രിപ്പ് ആകുമ്പോൾ ഒരു ഡാൻസൊക്കെ വേണ്ടിയെന്ന് പറഞ്ഞ് എല്ലാ ചേട്ടന്മാരും പ്രെയറിന് വേണ്ടി പോയായിരുന്നു. ആ ഒരു സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ ഫോണിൽ മ്യൂസിക് പ്ലേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്താട്ടോ. അത് ജസ്റ്റ് 2-3 സ്റ്റെപ്പ്, ഒരു എൻ്റർടൈൻമെൻറ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ അത് ചേച്ചിമാർ വീഡിയോ എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ലാസ്റ്റ് ഇങ്ങനെ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. അതല്ലാതെ സൗണ്ട് ബോക്സ് മീൻസ് ഫുള്ള് മ്യൂസിക് പ്ലേ ചെയ്തിട്ട് നമ്മൾ ഡാൻസൊന്നും കളിച്ചില്ല. പിന്നെ അടുത്ത ഏത് പാട്ട് വെക്കും എന്ന് വെച്ച് ഇങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കണം കേട്ടോ. അത് എല്ലാത്തിനും ഒരേ സ്റ്റെപ്പാണ്. ബസ്സിൽ ഡാൻസ് കളിക്കുന്നതിന് പ്രത്യേകിച്ച് സ്റ്റെപ്പ് അറിയണമെന്നോ ഡാൻസ് അറിയണമെന്നോ ഒന്നുമില്ലല്ലോ. ജസ്റ്റ് ഇങ്ങനെ നിന്ന് കളിച്ചാൽ മതിയല്ലോ. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ ഞാൻ കാണിക്കുന്നതനുസരിച്ച് അവൾ പുറകെ നിന്നിങ്ങനെ കാണിക്കുന്നുണ്ടെന്ന്, ആ കുഞ്ഞിപ്പെണ്ണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.